നമസ്കാരം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളെ സ്നേഹിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ചില വ്യക്തികൾക്ക് അവരിഷ്ടപ്പെടുന്ന വ്യക്തി ഇപ്പോൾ അവരെ വിട്ടു പോകുന്ന ഒരവസ്ഥയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. കാരണം ഒരുമിച്ച് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. അവർക്ക് മറ്റ് പല ബന്ധങ്ങളും ചിലപ്പോൾ ഉണ്ടാവും. അതല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും വിട്ടു പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിലും മാനസികമായി ഒരുപാട് അകൽച്ചയിൽ നിൽക്കുന്ന വ്യക്തികളുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് അവരെ തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അവസാനം ഒരു വാട്സാപ്പ് നമ്പർ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്കത് ഇന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ അവരെ തിരിച്ചു കൊണ്ടുവരാനും നിങ്ങൾക്ക് കഴിയും. ഇപ്പോൾ പറയുന്ന വിഷയം പുതു തുടക്കത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഭർത്താവുമായി ജീവിതം തുടങ്ങിയ, അതല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിലും ശരി, അവരൊക്കെ നഷ്ടപ്പെടുന്നതിന് മുൻപേ നമ്മൾ ചെയ്തു തുടങ്ങേണ്ട കാര്യം. പല ആളുകളും ഇതെല്ലാം നഷ്ടപ്പെട്ട് പരസ്പരമുള്ള സ്നേഹവും വിശ്വാസവും നഷ്ടപ്പെട്ടതിന് ശേഷമാണ് അത് വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ടും വീണ്ടും ഒരുമിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ എന്താണ് ചെയ്യേണ്ടത് എന്ന് തിരഞ്ഞു നടക്കുന്നത്. അപ്പോൾ അതിനു മുൻപ് അത് നഷ്ടപ്പെടാതെ നോക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പരസ്പരം ജീവിക്കാനോ പ്രണയിക്കാനോ തുടങ്ങിക്കഴിഞ്ഞാൽ ആ സ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ നോക്കുക. നഷ്ടപ്പെട്ടിട്ട് പിന്നെ അത് തിരിച്ചു കൊണ്ടുവരുന്നേക്കാൾ നല്ലത് നഷ്ടപ്പെടാതെ ഇരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതിന് ചെയ്യേണ്ടത്, നമുക്ക് ഏത് വ്യക്തിയോടാണോ ഇഷ്ടം, അല്ലെങ്കിൽ പ്രണയം, അല്ലെങ്കിൽ കൂടെ ജീവിക്കുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിയോട് നമുക്ക് എത്രത്തോളം ഇഷ്ടമുണ്ടോ അത് നിലനിന്ന് പോകണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ വ്യക്തിക്ക് എന്നോട് ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ളത് നിങ്ങൾ അടിയുറച്ച് മനസ്സിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അടിയുറച്ച് മനസ്സിൽ വിശ്വസിച്ചിട്ട് ഒരു കാരണവശാലും ആ വ്യക്തിയെ നിങ്ങൾ സംശയിക്കാനോ മറ്റുള്ള ഒരു രീതിയിലേക്കോ ചിന്തിക്കാനോ പാടില്ല. കാരണം അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വാക്കോ, ഒരു ജീവിതമാകുമ്പോൾ പല പ്രശ്നങ്ങളും, കുടുംബ ജീവിതമാകുമ്പോഴും പ്രണയമാകുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായ കാര്യങ്ങളും പ്രശ്നങ്ങളും വരും. പക്ഷെ അതിൻ്റെ മേലെ നിങ്ങൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കരുത്. നെഗറ്റീവ് സംഭവിച്ചു അതങ്ങ് കഴിഞ്ഞു പോയിക്കോളും. പക്ഷേ സ്നേഹമാണ് എന്നുള്ളത് തന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. നെഗറ്റീവ് കാര്യം വന്നാൽ അതിൻ്റെ പിന്നാലെ ചിന്തിച്ചു പോയാൽ അത് കൂടി വന്നിട്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയേ ചെയ്യുള്ളൂ. അപ്പം നിങ്ങൾ അത്രയും സ്നേഹമാണെന്ന് ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുക. ഉറച്ച് വിശ്വസിച്ച് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വിശ്വാസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിയോട് ഇടപഴകുന്നത് എല്ലാം നല്ല രീതിയിലായിരിക്കും. എന്ന് വെച്ചാൽ കുറ്റപ്പെടുത്താതെയും ആ വ്യക്തിക്ക് സപ്പോർട്ടായിട്ടും നിങ്ങൾ സംസാരിക്കും. അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളിൽ നിന്ന് വരുന്നതാണ്. അതേസമയം നിങ്ങൾക്ക് എന്നെ പഴയ പോലെ സ്നേഹമില്ല എന്നുള്ള ഒരു ചിന്താഗതി വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറ്റപ്പെടുത്തലുകൾ വരാൻ തുടങ്ങും. ആ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ചെറുതായി കുറ്റപ്പെടുത്തൽ വരുമ്പോൾ അത് പതുക്കെ അകലാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്തായാലും മനസ്സിലെപ്പോഴും സ്നേഹമാണ് എന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുക. ചെറിയ നിസ്സാര കാര്യങ്ങൾക്കൊന്നും അതിൻ്റെ മീതെ വഴക്കിടാതെ സ്നേഹം തന്നെയാണ്. ഇനി നെഗറ്റീവായ എന്ത് കാര്യം സംഭവിച്ചാലും അതൊരു പോസിറ്റീവിൻ്റെ മുന്നോടിയാണ് എന്ന് കരുതിയിട്ട് മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ്. ചെറിയ കുറ്റപ്പെടുത്തലിൽ നിന്ന് തുടങ്ങുന്നത് വലിയ വേർപിരിയലിലേക്ക് വരെ എത്തിച്ചേരുന്നൊരു കാര്യമാണ് ഈ ചെറിയ കുറ്റപ്പെടുത്തൽ. അതിൽ നിന്നാണ് തുടക്കം. അപ്പോൾ ഒരിക്കലും കുറ്റപ്പെടുത്താതിരിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എപ്പോഴും അവർക്ക് നമ്മളോട് സ്നേഹമാണ് എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വസിപ്പിച്ചാൽ നമ്മളിൽ നിന്ന് വരുന്ന പെരുമാറ്റം അവരോട് അങ്ങനെ ആയിരിക്കും. എന്ന് മാത്രമല്ല, നമ്മളിൽ നിന്നുണ്ടാകുന്ന ആ വൈബ്രേഷൻ അവരിലേക്ക് കണക്റ്റഡ് ആവുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലും നമ്മളെ വിട്ടുപോകാൻ അവർക്ക് കഴിയില്ല. ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വർത്താനം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും വിട്ടുപോകാനും പിരിഞ്ഞു പോകാനും അവർക്ക് കഴിയില്ല. കാരണം ഈ വൈബ്രേഷൻ അത്രയ്ക്കും കണക്റ്റഡായി അവരിൽ നിൽക്കും. നമ്മളിൽ നിന്നുണ്ടാകുന്ന ആ ഒരു വൈബ്രേഷൻ നമ്മളിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ പ്രശ്നങ്ങളും വിഷയങ്ങളും വരുമ്പോൾ സ്വാഭാവികമായിട്ട് സംശയങ്ങളും മറ്റുള്ള കാര്യങ്ങളും, ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയോട് സംസാരിക്കുന്നതോ ചിലപ്പോൾ അടുത്ത് ഇടപഴകുന്നതോ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഉള്ളിൻ്റെ ഉള്ളിൽ സംശയമായി നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ച് നടക്കാൻ തുടങ്ങും. ചിന്തിച്ച് നടക്കുമ്പോൾ അത് കൂടുകയാണ് ചെയ്യുക. ചിലപ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിനോ ഒരു ആവശ്യത്തിനോ അവർ തമ്മിൽ കോണ്ടാക്റ്റ് ആയതായിരിക്കാം. ആ ആയ കോണ്ടാക്റ്റ് കൂടി വരും.
നമ്മളെ ഇതേ ചിന്തയിൽ തുടരുകയാണെങ്കിൽ. അതില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ആ കോണ്ടാക്റ്റ് ആ കാര്യം കഴിഞ്ഞാൽ വേർപിടാവുന്ന കോണ്ടാക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ അത് നമ്മളുടെ ചിന്തയുടെ കാരണം കൊണ്ട് വീണ്ടും വീണ്ടും ആ പ്രശ്നം വലുതായി ആ വ്യക്തി ആ ചിന്തയിലേക്ക് മാറിപ്പോവും. മറ്റാ കോണ്ടാക്റ്റായ വ്യക്തിയുമായിട്ട് കൂടുതലുള്ള കാര്യങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്കലി ആയിപ്പോവും. അപ്പം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സംശയിക്കാതിരിക്കുക, കുറ്റപ്പെടുത്താതിരിക്കുക. ആ രീതിയിലൊക്കെ നമ്മൾ കൂടുതലും സ്നേഹമാണെന്ന് അടിയുറച്ച് വിശ്വസിച്ച് അവരോട് പെരുമാറാൻ തുടങ്ങുക. അങ്ങനെ നമ്മൾ വിശ്വസിച്ചാൽ തന്നെ നമ്മുടെ പെരുമാറ്റം ഓട്ടോമാറ്റിക്കലി ആ രീതിയിലായി മാറും. ആ രീതിയിലായി മാറുമ്പോൾ നമ്മളിൽ നിന്നുള്ള വൈബ്രേഷൻ അവരുമായിട്ട് പൂർണ്ണമായും കണക്റ്റഡ് ആവുകയും ചെയ്യും. അങ്ങനെ കണക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മളെ ഒരിക്കലും വിട്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. കാരണം പ്രശ്നങ്ങൾ പിന്നെ ജീവിതത്തിൽ ഉണ്ടാവും. പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അത് മാറിക്കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ ആ സ്നേഹം നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ അതങ്ങനെ തന്നെ നിങ്ങൾക്ക് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുക. കുറ്റപ്പെടുത്തലുകൾ പരമാവധി ഉറക്കുക. ഇഷ്ടം തന്നെയാണ് എന്ന് പൂർണ്ണമായി മനസ്സിൽ വിശ്വസിക്കുക. ഇത് തുടക്കക്കാരൊക്കെ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ അതൊക്കെ ചെയ്ത് ജീവിതം സുന്ദരമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി കൂടുതൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്നവർക്കൊക്കെ വീണ്ടും ഒന്നിക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും പെട്ടെന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാനും അതിനെന്ത് ചെയ്യണമെന്നുള്ളതും നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം വിജയിക്കുകയും ചെയ്യും. അപ്പോൾ നന്ദി, നമസ്കാരം.